ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പറയേണ്ട ആൾ പൊടിമോളാണ്. പൊടിമോള് സ്കൂളിൽ പോയിക്കണം. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ യൂട്യൂബ് വരുമാനം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടു, 10,000-65,000 പേര് കണ്ടു. കുറേ പേര് സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ വീട് വെക്കും. ഭയങ്കര നമുക്കൊരു പരിചയമില്ല. ഇഷ്ടം നമുക്ക് ആ ഒരേ കമന്റ് നമുക്ക് ഭയങ്കര അധികം സന്തോഷമുള്ള കാര്യമാണ്. ചില കമന്റ് നമ്മുടെ കണ്ണീന്ന് കണ്ണീരൊക്കെ സന്തോഷം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, അത് ഞങ്ങൾ ആ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതായിരുന്നു ആ വീഡിയോ ചെയ്യാൻ കാരണം. നല്ല രീതിയിൽ ആൾക്കാർ കണ്ടു. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ 1-2 കുറച്ച് യൂട്യൂബർമാർ നമ്മുടെ അടുത്ത് പറയണ പൊട്ട അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് പറയാൻ പാടാത്ത. അപ്പോൾ മെയിനായിട്ട് യൂട്യൂബർമാർ അവരെ വരുമാനം പറയാത്തതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ഒരിക്കലും പറഞ്ഞിട്ടില്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം പറയാതിരിക്കുമെന്ന് യൂട്യൂബ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരു മെയിലും വന്നു. ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഞങ്ങൾക്കൊരു മെയിലും വന്നു. അപ്പോൾ അതിനെ ചൊല്ലിയിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിലെ ആൾക്കാർ എന്താണ് വരുമാനം പറയാത്തത് എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു, 1-2 പേര് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ പൊട്ട അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അതായത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് കുറേ പേര് കാണുന്നു, നമുക്ക് മാസം 50,000, 60,000 അല്ലെങ്കിൽ 10,000 ആയാൽ പോലും കിട്ടുന്നു. അപ്പോൾ കിട്ടുമ്പോൾ ഈ വീഡിയോ നമ്മളെ സബ്സ്ക്രൈബേഴ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കില്ല, നമ്മൾ ഈ വെയിലും കൊണ്ട് 10-350 റീചാർജ് ചെയ്ത് നമ്മൾ ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഇവർക്ക് 50,000, 60,000 ഒക്കെ കിട്ടുന്നുണ്ടല്ലേ, അങ്ങനെ നമ്മൾ കാരണം ഒരു കാശുകാരാവണ്ട, ഒരു നന്നാവണ്ട എന്നുള്ളൊരു ചിന്താഗതി വരും എന്ന് ആണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ അത്ര ആക്കണത് അവരല്ലേ. പിന്നെ കുറേ കമൻറ്റുകൾ ഞങ്ങൾക്ക് വരാറുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ ഞങ്ങൾക്ക് കുറേ പേര് വോയിസ് ഇടാറുണ്ട്, ചേട്ടാ നിങ്ങളെങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്, സത്യത്തിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടണ്ടേ, എത്ര വരുമാനം കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്ത് എന്തിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടേണ്ട മറ്റുള്ളവർ രക്ഷപ്പെടണം. അപ്പോൾ പുതിയതായിട്ട് കുറേ യൂട്യൂബിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ചാനൽ തുടങ്ങുന്നുണ്ട്, മുന്നോട്ട് വരുന്നവര് നമ്മളോട് സംശയം ചോദിക്കണം, എപ്പോഴാണ് വീഡിയോ റീച്ച് വരാ, എങ്ങനെയുള്ള കണ്ടന്റ് ഇട്ടാലേ എത്ര സബ്സ്ക്രൈബർ കാശ് കിട്ടാ. എല്ലാവരും ഈ ഞാൻ പറയുന്നത് ചെറുതായി തുടങ്ങുന്ന എല്ലാവരും ആദ്യം നോക്കുന്നത് എങ്ങനെയാണ് പൈസ കിട്ടുക. കാരണം അത് അവരെ അവസ്ഥ ആര് ചോദ്യം ആദ്യം ചോദിക്കുന്നത്. എല്ലാരും നമ്മൾ പറയുന്നത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ യൂട്യൂബർമാരുടെ അടുത്തേക്ക് ഇവർക്ക് എത്താൻ പറ്റുന്നില്ല. അതായത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കുന്നില്ല, സംശയങ്ങൾ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട് കൂലിപ്പണിക്ക് പോകും, നമ്മുടെ ഈ ഡ്രസ്സും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ലൊട്ടിലൊടുക്ക് പരിപാടികൾ ചെയ്യും. അപ്പോൾ കുറേ പേര് നമുക്ക് മെയിൽ അയക്കുമ്പോൾ, അയ്യോ നിങ്ങൾ എടുക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നു പ്രതീക്ഷിച്ചില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് വലിയ യൂട്യൂബർമാരെ കോൺടാക്ട് ചെയ്ത് അവരൊന്നും ഞങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടില്ല. വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു പ്രശ്നം വന്നപ്പോൾ കുറേ പേരൊക്കെ നമ്മൾ വിളിച്ചു നോക്കി മെസ്സേജ് ചെയ്ത, പക്ഷെ നമുക്ക് റിപ്ലൈ. അപ്പൊ ആ ഒരു ഇതിപ്പോ നമ്മൾ അന്നേ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയുന്നത് വല്ലവരും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം റിപ്ലൈ കൊടുക്കണം. കാരണം നമ്മൾ വിഷമിച്ച പോലെ മറ്റുള്ളവർ ഒരിക്കലും അവര് ചെറിയൊരു സംശയമാണെങ്കിലും അവരുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും. അപ്പം നമുക്കൊരു 10 രൂപ കിട്ടിയ മറ്റുള്ളവർക്ക് കിട്ടട്ടെ എന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ട്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞിരുന്നു, ആരും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ ചാനലിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ പേടിച്ചിരുന്നു. പക്ഷേ നമുക്ക് യൂട്യൂബിൽ നിന്നൊരു മെയിൽ വന്നപ്പോൾ ആ വീഡിയോയ്ക്കാണ് മെയിൽ വന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു ഈശ്വര പെട്ടു, നമ്മുടെ ചാനലിൽ പോയി എന്നുള്ളൊരു പേടിയിലായിരുന്നു നമ്മൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള മെയിലിൽ വന്നിട്ടുള്ളത്, നിങ്ങൾ പറഞ്ഞ കാര്യം മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എങ്ങനെ വരുമാനം കൂട്ടാം, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മെയിൽ വന്നു. സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ആ മെയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. എന്താ കാര്യം, ഈശ്വര നമ്മുടെ ചാനലിലൊരു പ്രസ്റ്റേജ് ആവില്ല. അതായത് അവർ പറയുന്നത്, നിങ്ങൾ മറ്റുള്ള ചെറിയ യൂട്യൂബർമാർക്ക് ഒരു മോട്ടിവേഷൻ കൊടുത്തു എന്നാണ് പറയണത്. മോട്ടിവേഷൻ ഒന്നും ഞങ്ങൾ കൊടുത്തില്ല, ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടിയിട്ടുള്ള തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരുപാട് നല്ല കമൻറ്റുകൾ വന്നു. പിന്നെ പോരാത്തതിന് കുറേ സാധാരണ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഞങ്ങളെ പോലെയല്ല, ഞങ്ങളിപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് ഇത്ര സബ്സ്ക്രൈബറൊക്കെ ആയത് നിങ്ങളുടെ എല്ലാവരും ഒരു സഹായം കൊണ്ടാണ്. 2-2.5 വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബർ ആയതും. നമ്മളെ ഇതിൽ വരുമാനമല്ല നമ്മൾ മെയിനായിട്ട്, വരുമാനം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും വരുമാനമല്ല
വെറുതെ വീഡിയോ ഇതില് വരുമാനം കിട്ടുന്ന വലിയൊരു കാര്യം. അതിൽ ഒരു 10,000 കിട്ടാൻ, അതായത് $100 എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 9,000 ചില്ലറ ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാശാണ്. പക്ഷേ അതിനേക്കാളും ഉപരി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്നിട്ട് അത് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ കുറേ ഒരുപാട് പേര് വന്നിട്ട് ഞങ്ങളെ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, പരിചയപ്പെടാ, അതൊക്കെ സത്യം ഈ പൈസ കിട്ടണേക്കെ ഒരു കുളിർന്ന എന്തോ ഒരു ഇതാണ് ഞങ്ങൾക്ക്. അവരിങ്ങനെ വരുമ്പോ എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. പൊടിയുടെ കൂടെ എടുത്തോന്നു അങ്ങനെ പറയല, മോളുടെ കൂടെ എടുത്തോ. പക്ഷെ എനിക്ക് മനസ്സിലായി അവർക്ക് അവർക്ക് ഭയങ്കര പോസായെന്ന് പറയാം. അപ്പൊ ഞാനും ജാടിയൊന്നല്ല, നമുക്ക് ഫോട്ടോ എടുക്കുമ്പോ എന്തോ ഒരു ചമ്മലായിരുന്നു. പിന്നെ ഞാനും നിന്ന് തുടങ്ങി. ഇപ്പൊ ഞാൻ ചേട്ടനെയും വലിച്ചു നിർത്തും. ആ ചേട്ടാ അവര് അത്ര ഇഷ്ടം കൊണ്ടല്ലേ, സന്തോഷം കൊണ്ടല്ലേ നമുക്ക്. അപ്പൊ നമ്മള് ഈ മേസ്തിരിപ്പണി തേപ്പണിയൊക്കെ കൊണ്ട് നടക്കുമ്പോ നമ്മളൊരാളെ അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഇതില് വന്നു നമുക്ക് ഇത്രയും സബ്സ്ക്രൈബറായി, നമ്മുടെ വീഡിയോ ഒക്കെ അത്യാവശ്യം റീച്ചിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുമാനം പറഞ്ഞു. പക്ഷെ നമ്മുടെ അടുത്ത് 1-2 പേര് നിങ്ങൾ ഇങ്ങനെ പറയാൻ പൊട്ടാന്നൊക്കെ ചോദിച്ചപ്പോ പിന്നെ വേറൊരു പ്രശ്നം, നമ്മുടെ വരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ വലിയ വലിയ യൂട്യൂബർമാരുടെ വരുമാനം അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കും, അതായത് അതും ഒരു കുഴപ്പമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ യൂട്യൂബ് ഒരിക്കലും വരുമാനം പറയരുത്. യൂട്യൂബ് അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതായത് യൂട്യൂബിന് റെഡിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലായി. അതൊക്കെ ആരും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് ഞങ്ങൾക്ക് യൂട്യൂബ് മെസ്സേജ് ഇട്ടത്, അതായത് നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്, മറ്റുള്ള പുതിയതായി പ്രചോദനമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരുന്നത് അങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ യൂട്യൂബ് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇത് വന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കൂടുതൽ ഇപ്പം ഇത് കാണുമ്പോൾ സാധാരണ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് മോട്ടിവേഷൻ ആവാൻ പോണു, ഫസ്റ്റ് വരുമാനം കാത്തിരിക്കുന്നവർക്കൊക്കെ ഇതൊരു മോട്ടിവേഷൻ പോലെ ആയിക്കോട്ടെ. എന്താ കാരണം വെച്ചാൽ അപ്പോൾ ഇവർക്ക് ഇത്ര പൈസ കിട്ടുന്നുണ്ട്, 10,000 കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 20,000 കിട്ടുന്നുണ്ട്, 30,000 കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും കിട്ടും. ആ ഒരു പ്രതീക്ഷ എല്ലാവർക്കും നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് നമ്മൾ ജോലിക്ക് പോകണം. അത് കൂടാതെ നമുക്ക് എന്തായാലും നമ്മൾ 350-400 റീചാർജ് ചെയ്തിട്ട് നമ്മൾ എല്ലാ റീൽസും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കഴിവുകൾ, എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട്. അപ്പോൾ ഡാൻസ് കളിക്കാൻ, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പം അത് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയുക ഒരു $100 2 മാസം കൂടുമ്പോൾ ഒരു $100 കിട്ടിയാലും സന്തോഷമുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്തതാണ് കേട്ടാ. അപ്പം നമ്മുടെ വരുമാനം പറയുകയും ചെയ്തു. അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം മെസ്സേജ് വന്നതോടുകൂടി ഞങ്ങൾക്ക് ഇത്തിരി കൂടി ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഇനി ഞാൻ പറയുകയാണെങ്കിൽ മറ്റുള്ള വലിയ വലിയ യൂട്യൂബർമാരൊക്കെ പറയാത്ത കാര്യം ഞങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾ പേടിച്ചിരിക്കായിരുന്നു. പക്ഷേ യൂട്യൂബിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് നല്ലൊരു ഇതുണ്ടായി. പിന്നെ ഞങ്ങളുടെ ആ വീഡിയോ 63,000 പേര് കണ്ടു. നല്ല സപ്പോർട്ടായിരുന്നു. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ എവിടെയൊക്കെ കിടക്കുന്നത്, ദുബായ് അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്ന ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് വീട് വയ്ക്കാൻ പറ്റും, ഒക്കെ സാധിക്കും എന്നുള്ള കമൻറ്റുകൾ കൂടുതൽ നമുക്ക് വന്നത്. അപ്പൊ എല്ലാ കമന്റ് ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇനിയിപ്പം തുടങ്ങാനിരിക്കുന്നവർ, തുടങ്ങി സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. മെയിനായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മോശമായിട്ടുള്ള കുറെ കമന്റുകൾ വരും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല കമന്റുകൾക്ക് പിന്നെ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് തിരുത്താൻ വേണ്ടിട്ട് ചെറിയ കമന്റുകൾ വരും. അത് നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് ശരിയായില്ല മോളെ, അത് ഇത്തിരി കൂടി ഇതാക്കാം, അങ്ങനെയൊക്കെ വരുന്ന കമന്റുകൾ ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെട്ട റിപ്ലൈ കൊടുക്കുന്ന ഓക്കെ ചേച്ചി ശരിയാ, അടുത്ത വീഡിയോയില് അത് കറക്റ്റ് ആക്കി ചെയ്യാം. മോശമുള്ള കമന്റുകൾ വരാണെങ്കിൽ നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കാനോ തളരാനോ ഒന്നും നിൽക്കരുത്. നമ്മൾ രക്ഷപ്പെടുന്ന വിചാരിക്കുന്നത് നമ്മൾ തന്നെയാണ്. മറ്റുള്ളവര് തളർത്താൻ നോക്കും. എന്തൊരു സംരംഭം തുടങ്ങിയാലും കളിയാക്കാനും കുറ്റപ്പെടുത്താനും മോശം വാക്കുകൾ പറയാനും ഒരുപാട് പേരുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ നിങ്ങൾക്കൊരു ഇതായിക്കോട്ടെ. എന്താ കാരണം വെച്ചാൽ ഞങ്ങൾ ഇപ്പോഴും കളിയാക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഞങ്ങൾ കളിയാക്കുന്നൊന്നും കാര്യമാക്കുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ പണ്ട് ഞങ്ങളെ കളിയൊക്കെ വരെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാ. കാരണം അന്നവരോ തുടക്കകാലത്ത് ഞങ്ങൾ വീടിന്റെ പുറത്തൊക്കെ ഓരോന്നൊക്കെ മീശൊക്കെ വരച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിന്റെ കിടന്ന് കാണിക്കുന്നതെന്ന് കുറെ പേര് കളിയാക്കിയിട്ടുണ്ട്. നിങ്ങളെ അതുപോലെ കളിയാക്കും. ആ കളിയാക്കലൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട.
നിങ്ങളെ യൂട്യൂബ് കളിയാക്കുണ്ടോ എന്ന് നോക്കുക. അതായത് യൂട്യൂബിൻ്റെ മുതലാളി നിങ്ങൾക്ക് മെസ്സേജ് എന്തിട്ടൊക്കെ എടുത്ത് കാണിക്കണേ ചോക്കിണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എന്താ പറയാ, ഈ പോണ പോലെ തന്നെ പോയാൽ മതി. ഞങ്ങൾക്ക് വലിയ ലക്ഷങ്ങളൊന്നും കിട്ടണമെന്നില്ല. ഞങ്ങൾക്ക് 2 മാസം കൂടുമ്പോ ഒരു 10,000-15,000 കിട്ടിയാലും ഞങ്ങൾക്ക് എന്താ പറയാ ഓണ ബമ്പർ അടിച്ചൊരു അനുഭൂതിയാണ്. നമ്മളെ കൊറേ ഇൻസ്റ്റയില് കൊറേ ഫാമിലി ചേച്ചി വാടക കൊടുക്കാൻ വരെ പറ്റുന്നില്ല, അപ്പൊ ഇതിന്നൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ വാടക കൊടുക്കാലോന്ന് വെച്ചിട്ടാണ് വാടക കൊടുക്കാൻ വയ്യാത്തത്, പിന്നെ പഠിക്കാൻ വീട്ടില് സാധനങ്ങളില്ല എന്ന് വരെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് കുറെ പേര് മെസ്സേജ് അത് അവര് നമുക്ക് മെസ്സേജ് അയക്കണ കാര്യം എന്താ, നിങ്ങൾ യൂട്യൂബിൽ ഇത്രയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് 1 ലക്ഷം 2 ലക്ഷം ശമ്പളമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്. നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നമുക്ക് വരുമാനം കിട്ടണ്ട, കിട്ടണ വരുമാനം ലക്ഷങ്ങള് ചിലവര് ഞങ്ങളെക്കാള് കുറവ് ചാനലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് 5 ലക്ഷം കിട്ടില്ല. തള്ളണ്, ഇത് തള്ളല്ല. ഞങ്ങള് ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വ്യൂവ് കുറവുള്ള ചാനൽ എങ്ങനെ ഇവർക്ക് 5 ലക്ഷം, സത്യം പറയല്ല 5 ലക്ഷം കിട്ടണേ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ തോന്നി അവർക്ക് അവർ ചെറിയൊരു ബെഡായി പറയുന്നു, നമ്മൾ ബെഡായി പറയുന്നത്. ആ ബെഡായി പറയണത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ അങ്ങനെ കാണുന്നത്. അതായത് ഇത്രയും സബ്ബുള്ള നമുക്ക് ചിലപ്പോൾ അവർക്ക് സബ്ബ് കുറവുള്ള ആൾക്കാർക്ക് 50,000 1 ലക്ഷം 50,000 കിട്ടിട്ട് ഇവർക്ക് എന്തായാലും 2-3 ലക്ഷം കിട്ടുന്നുണ്ടാവും. അപ്പോൾ വേറെ ഒന്നുമില്ല, വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. യൂട്യൂബ് വരുമാനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ആ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടാണ്. കമൻറ്റ് ഇട്ടവർക്കും ഞങ്ങളെ പുതിയതായി ഫോളോ ചെയ്ത ആൾക്കാർക്കും ഞങ്ങളുടെ വീഡിയോ ഫുള്ളായി കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പൊടിമോട് സ്കൂളിൽ പോയത് കൊണ്ട് ശുഭദിനം പറയുക ഞങ്ങൾ തന്നെയുള്ള. അപ്പം എല്ലാവർക്കും ശുഭദിനം, സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു.